بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ودوا لو تدهن فيدهنون ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയങ്കരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ ദീനിന് വഴിപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങളെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി പാലിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻപടി ആദരപൂർവ്വം ജീവിതത്തിൽ പകർത്തി എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തരായ ദാസന്മാരായി മുത്തഖികളായി കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അർഹമർ റഹീമായ റബ്ബ് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഇതര ആദർശ സംഹിതകളെയും മതസംഹിതകളെയും ഇതര പ്രസ്ഥാനങ്ങളെയും ഇതര കാഴ്ചപ്പാടുകളെയുമെല്ലാം കവച്ചു വെക്കുന്ന രൂപത്തിൽ ന്യൂനതകൾ ഏതുമില്ലാത്ത ആരുടെ മുമ്പിലും എപ്പോഴും എവിടെ വച്ചും ഏത് മേഖലയെ സംബന്ധിച്ച ചോദ്യത്തിനും കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകാൻ കഴിയുന്ന അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു മതമാണ് എന്ന് നമുക്കറിയാം. ആ മതത്തിൻ്റെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദ് ഇതര മതവിശ്വാസങ്ങളുടെ ആദർശങ്ങളിൽ നിന്ന് തീർത്തും വിരുദ്ധമാണ്, വ്യത്യസ്തമാണ് എന്നും ആ ആദർശത്തിനനുസൃതമായാണ് അതിൻ്റെ ആരാധനകൾ ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നും
അതുമായി ബന്ധപ്പെട്ട ഒരു മുസൽമാൻ എന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വാക്കും പ്രവൃത്തിയും ഉൾപ്പെടെയുള്ള സകലതും, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഉൾപ്പെടെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളുകൊണ്ട് ആത്മാവ് കൊണ്ട് ബോധ്യമുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തസ്തവിൽ വലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. നരകാവകാശികളും സ്വർഗാവകാശികളും ഒരുപോലെയാവുകയില്ലല്ലോ. ശരിയല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആദർശവും അതിൻ്റെ വക്താക്കളുടെ ജീവിത രീതികളും സ്വഭാവ സംസ്കൃതികളുമൊന്നും ഇസ്ലാമിൻ്റെ ആദർശത്തിനും അതിൻ്റെ ജീവിത രീതിക്കും അനുപേക്ഷണീയമാണ്, ഉപോത്ബലകമാണ്, അനുപൂരകങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാത്ത കാലത്തോളം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ യസ്തവി അസ്ഹാബുൽ ജന്ന അസ്ഹാബുൻ നാർ എന്നാണ്. സ്വർഗക്കാരാണ്, വിജയിച്ച യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും അനുയായികളുമാണ് നമ്മളെന്ന് നമ്മളെക്കുറിച്ച് ആത്മാർത്ഥമായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ശരിയല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരുടെ ജീവിത രീതി നമ്മൾ പിന്തുടർന്നുകൂടാ ഇസ്ലാമിനെതിരായ മേഖലകളിലൊന്നും. കാരണം അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, പരലോക വിജയം നേടുന്നവർ സ്വർഗാവകാശികളായി ജീവിക്കുന്നവർ മാത്രമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. ഈ ആയത്ത് പറയുന്നതിന് തൊട്ടു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്നാണ്. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ ഒരു സൂക്ഷ്മത പാലിക്കണം. അതൊരു പ്രയോഗമാണ്. ഈമാനുള്ളവരെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം എന്ന് പറയുന്നിടത്ത് നമ്മളെയാണത് നേർക്കുനേരെ അഭിസംബോധന ചെയ്യുന്നത് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. വൃത്തികേട് കാണിക്കുന്ന ദുസ്വഭാവികളായി ജീവിക്കുന്ന പേരിൽ മാത്രം ഇസ്ലാം നിലനിർത്തുന്ന ആളുകളോടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പറയാനുള്ളത് യാ അയ്യുഹല്ലദീന ആമനു. അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും പരലോകത്തെയും രക്ഷാശിക്ഷകളെയും അവിടുത്തെ ശക്തമായ അതിസൂക്ഷ്മമായ വിചാരണാ സമ്പ്രദായങ്ങളെയും ഒക്കെ കുറിച്ച് ആത്മാർത്ഥമായി ഉള്ളറിഞ്ഞ് വിശ്വസിക്കുന്നവരെ ഇത്തഖുല്ലാഹ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മതാ ബോധമുണ്ടാവണം. എന്നിട്ട് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നിങ്ങളുടെ മരണാനന്തര ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ ഇപ്പോൾ നിങ്ങൾ ചെയ്തു കൂട്ടിയതും ജീവിച്ചു തീർത്തതുമായ വല്ലതും, അത് ആരാധനയാവട്ടെ, അനുഷ്ഠാനമാവട്ടെ, ആഘോഷങ്ങളാവട്ടെ, അത് നമ്മുടെ വാക്കും പ്രവൃത്തിയും സ്വഭാവ സംസ്കാരങ്ങളും ഉൾപ്പെടെ ഏത് മേഖലയാവട്ടെ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, അത് നമ്മൾ മാത്രമാകുന്ന ബർസഖി ജീവിതത്തിനും നമ്മുടെ പാരത്രിക ജീവിതത്തിനും ഗുണകരമായതാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നിട്ട് വത്തഖുല്ലാഹ, ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മമായ ഒരു ജീവിത രീതി ശൈലി വാക്കിലും നോക്കിലും നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. കാരണം ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്നാണ് അതിൻ്റെ അവസാനം. റബ്ബ് സുബ്ഹാനഹു വ തആല ഖബീർ എന്ന അവൻ്റെ ഗുണവിശേഷണങ്ങളും ഇസ്മും ഒക്കെ പ്രയോഗിച്ചത് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും അമലുകളുമായി ബന്ധപ്പെടുത്തിയാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തിനെയാണ് നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, കുടിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ വസ്ത്രധാരണം ധരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ റബ്ബ് സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്നൊരു ബോധ്യമായി നിങ്ങൾക്കുണ്ടാവണം. എന്നിട്ട് റബ്ബ് പറഞ്ഞു വലാ തകൂനു മുഅ്മിനീങ്ങളെ നിങ്ങൾ ആവരുത് കേട്ടോ, നിങ്ങളാവാനേ പാടില്ല. കല്ലദീന നസുല്ലാഹ, അല്ലാഹനെ മറന്ന് ജീവിക്കുന്ന ആളുകളെപ്പോലെ നിങ്ങളാവരുത്. അവർ ന്യായീകരിക്കുന്നതിനെ നമുക്ക് ന്യായീകരിക്കാവതല്ല. അല്ലാഹുവെ മറന്ന് ജീവിക്കുന്നവരുടെ സ്വഭാവമോ വ്യക്തിത്വമോ പ്രഭാവമോ അവരുടെ ആദർശമോ ശൈലിയോ നമുക്ക് അനുകരിക്കാവതല്ല. അങ്ങനെ അല്ലാഹുവെ മറന്ന് അവർ ജീവിച്ചതിനാൽ ഫഅൻസാഹും അൻഫുസഹും,
അവർക്ക് അവരെ തന്നെ മറക്കേണ്ട ഗതികേടിലേക്ക് അവരെത്തിപ്പോയി. അവരെവിടെ നിന്ന് വന്നവരാണ്, എങ്ങോട്ട് പോകുന്നവരാണ് എന്നുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ മറന്ന് ജീവിച്ച അക്കൂട്ടരെ പോലെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ആവരുത്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിച്ചത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അള്ളാഹുവിനെ മറന്ന് ജീവിച്ചതിൻ്റെ ഫലമായി അവർ തെമ്മാടികളായി മാറിയത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ അതുപോലെയാവരുത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ആദർശമുണ്ട്, നമ്മുടേതായ ഒരു ലക്ഷ്യമുണ്ട്, നമ്മുടേതായ ഒരു ജീവിത രീതിയുണ്ട്. നമ്മൾ കഴിക്കേണ്ടതും കുടിക്കേണ്ടതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് റഹ്മാനായ റബ്ബ് പരിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ മഹത്തായ ജീവിതത്തിലൂടെയും നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ. വളരെ തെളിഞ്ഞ വളരെ വ്യക്തമായ ഒരു വഴി നിങ്ങൾക്ക് ഞാൻ വെട്ടിത്തെളിയിച്ച് തന്നിട്ടുണ്ട്. ലൈലുഹാ കനഹാരിഹാ. ആ വഴിയുടെ ഇരുട്ടും പകലും വെളിച്ചവും ഒരുപോലെ ആയതാണ്. എവിടെയും ഒരു അവ്യക്തതയും ഉണ്ടാവുകയില്ല. ആർക്കും നോക്കിയാൽ കാണാനും കേൾക്കാനും പഠിക്കാനും പറ്റുന്ന ലളിത സുന്ദരമായ ഒരു ആദർശമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവ വിട്ടു തന്നിട്ടുള്ളത്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. അവിടെ നിന്ന് പിഴച്ചു പോകാൻ കഴിയുക, പിഴച്ചു പോവുക, സ്വയം നശിക്കാൻ തീരുമാനിച്ചവർ മാത്രമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാന്റെ 64-ാമത്തെ വചനം. ആ വചനം സുബ്ഹി നമസ്കാരങ്ങളുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളിലെ 2-ാമത്തെ റക്അത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി പാരായണം ചെയ്തിരുന്നു എന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. സുബ്ഹി നമസ്കാരത്തിൻ്റെ 2-ാമത്തെ റക്അത്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ടുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്നു എന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യുന്ന വന്ന ഒരു വചനം, അത് നമുക്കിങ്ങനെ വായിക്കാം. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ ബഅ്ളുനാ ബഅ്ളൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു ഇശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ നിങ്ങൾ പറയണം, യാ അഹ്ലൽ കിതാബി വേദവിശ്വാസികളെ, തആലൂ നിങ്ങൾ വരുവീൻ. എവിടേക്ക് വരുവീൻ? ഇലാ കലിമത്തിൻ, ഒരു പദമുണ്ടല്ലോ, ഒരു വാക്കുണ്ടല്ലോ, സവാഇൻ ബൈനനാ വ ബൈനകും, നമ്മുടെ വേദഗ്രന്ഥങ്ങളിലെല്ലാം ഒരുപോലെ വന്ന ആ ഒരു പദമുണ്ടല്ലോ, കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗറാത്താവട്ടെ, സബൂറാവട്ടെ, ഇഞ്ചീലാവട്ടെ, വിശുദ്ധ ഖുർആനാവട്ടെ, ഇത് വിശദീകരിക്കാൻ വേണ്ടി വന്നതാണല്ലോ. ആ വചനത്തിലേക്ക് വേദക്കാരെ നിങ്ങൾ വരുവീൻ. എന്താ വചനത്തിൻ്റെ താല്പര്യം? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, നമ്മളോട് 3 പേരോടും 3 കൂട്ടരോടും അല്ലാഹുവല്ലാതെ മറ്റൊരാൾ നമ്മളാൽ ആരാധിക്കപ്പെടാവതല്ല എന്ന് നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് വരുവീൻ. വലാ നുശ്രിക ബിഹി ശൈഅൻ, നമ്മൾ അല്ലാഹുവിൽ പങ്കുചേർക്കാവതല്ല എന്നും അതിൽ കൽപ്പനയുണ്ടല്ലോ. വലാ യത്തഖിദ ബഅ്ളുനാ ബഅ്ളൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കും നയനിലപാടുകൾക്കും കൽപ്പനാ നിരോധനങ്ങൾക്കും അപ്പുറത്ത് മറ്റ് തീരുമാനങ്ങളോ നയനിലപാടുകളോ കൽപ്പനാ നിരോധനങ്ങളോ അനുവദിക്കപ്പെടാവതോ അനുസരിക്കപ്പെടാവതോ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാവതോ അല്ല എന്നതും ഈ വേദഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ അതിലേക്ക് വരുവീൻ എന്ന് നമ്മളോട്, ഇതര മതസംഹിതക്കാരോട്, വിശ്വാസികളോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്.
എന്നിട്ട് റബ്ബ് പറയാണ് ഫഇൻ തവല്ലൗ, നിങ്ങൾ ഇക്കാര്യം അവരോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കുന്നില്ല എങ്കിൽ, ഫഇൻ തവല്ലൗ, അവരത് അംഗീകരിക്കുന്നില്ല, അവരിപ്പോഴുള്ള ആ നിലപാടിൽ തന്നെ തുടരുകയാണെങ്കിൽ പിന്നെ മുഅ്മിനീങ്ങൾ അടിവരയിട്ടോളൂ. ഫഖൂലൂ, അപ്പം മുഅ്മിനീങ്ങൾ അവരോട് പറയണം ഇസ്ഹദൂ, എന്നാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ അറിഞ്ഞോളൂ, നിങ്ങൾ അനുഭവിച്ചോളൂ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കും ബി അന്നാ മുസ്ലിമൂൻ, യഥാർത്ഥ മുസ്ലിമുകളായി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയും. ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും ആരാധനയിലും തീറ്റയിലും കുടിയിലുമൊക്കെ ഇസ്ലാം എന്താണോ ഞങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലും അത് തന്നെയാണല്ലോ ഉള്ളത്, അത് ഞങ്ങളാണ് പാലിക്കുന്നത് എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ജീവിതം കൊണ്ട് തെളിയിച്ചു തരുമെന്ന് മുഅ്മിനീങ്ങളെ നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കേണ്ടുന്നതിനു പകരം അപ്പുറത്തെ വീട്ടിലുള്ള എല്ലാ സംവിധാനങ്ങളും അവരൊരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായി അവരുടെ മതം ആചരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ടത് വകവെച്ച് കൊടുക്കേണ്ടുന്ന നിർബന്ധമായ ബാധ്യത നമുക്കുമുണ്ട് എന്നതോടൊപ്പം തന്നെ ആ സംവിധാനങ്ങളെ, ആ ചിഹ്നങ്ങളെ, ആ പ്രതീകങ്ങളെ നമ്മുടെ വീടുകളിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുകയും അപ്പുറത്തെ വീട്ടിൽ അത് ഉണ്ടാകുമ്പോൾ ഇപ്പുറത്ത് നമ്മുടെ വീട്ടിലായിട്ട് അത് ഇല്ലാതിരുന്ന ആ കുട്ടികൾക്ക് സങ്കടാവൂലേ എന്ന് ദുർന്യായം ബോധിപ്പിക്കുകയും ചെയ്യുന്ന ആധുനിക മുഅ്മിനീങ്ങളോടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഖൂലു ഇശ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ, ഫഖൂലു ഇശ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ. പിന്നെയും ആവർത്തിക്കണം, ദുനിയാവിൽ പടച്ച തമ്പുരാൻ്റെ മതമനുസരിച്ച് എല്ലാവരും ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയല്ലാതെ അതിനപ്പുറത്തേക്ക് നിർബന്ധം പിടിക്കാനോ അതിന് തടസ്സം നിൽക്കാനോ ഒരു മുസൽമാനും അനുവാദമില്ല. പക്ഷേ സ്വന്തം മതത്തെ ഇതര മതങ്ങളുമായി കൂട്ടിക്കെട്ടിയിട്ട് ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ ഞങ്ങളൊക്കെ ആ മതത്തിൻ്റെ ആൾക്കാരാണ്, പെരുന്നാൾ വരുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളുമാണ് എന്ന് പറയുന്ന ആ കൂട്ടിക്കെട്ടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച് തന്നതല്ല എന്നെങ്കിലും വിശുദ്ധ ഖുർആൻ്റെ അനുയായികളായ, തിരുസുന്നത്തിൻ്റെ അനുയായികളായ, കെലിമ കേട്ടുകൊണ്ട് അല്ലാഹു അക്ബർ കേട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടുകൊണ്ട് ജീവിതത്തിൽ നിന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, രാവിലെ ഉറക്കമുണരുന്നത് അല്ലാഹു അക്ബർ കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ആ ദിവസം അതേ പള്ളി മിനാരത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടുകൊണ്ട് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസൽമാനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസത്തിൽ ഒന്ന് എണ്ണ പുരട്ടിയിരുന്നുവെങ്കിൽ, ഒന്ന് മൃദുവാക്കിയിരുന്നുവെങ്കിൽ, ഒന്ന് മയപ്പെടുത്തിയിരുന്നുവെങ്കിൽ, ചില വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ, ചില കൊള്ളക്കൊടുക്കുകൾക്കൊക്കെ നിങ്ങൾ സന്നദ്ധരായിരുന്നുവെങ്കിൽ, ചില ആശയപരമായ സംയോജനത്തിന് നിങ്ങൾ തയ്യാറായിരുന്നുവെങ്കിൽ, അതിന് നിങ്ങൾ സൗഹാർദ്ദമെന്നോ സ്നേഹമെന്നോ അയൽപ്പക്ക ബന്ധമെന്നോ ഒക്കെയുള്ള ഓമന പേരിട്ടിട്ടാണെങ്കിൽ പോലും വദ്ദൂ, അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് ലൗ തുദ്ഹിനു, നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസത്തിൽ ചില വെള്ളം ചേർക്കലുകൾ നടത്തിയിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫയുദ്ഹിനൂൻ, അപ്പോൾ അവർ നിങ്ങളോടുള്ള നിലപാടുകളിലും മയപ്പെടുത്തൽ വരുത്താമെന്ന് അവർക്ക് തോന്നുന്നുമുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇത്തരം പ്രവണതകൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ഇനി നോക്ക്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയാ വഇൻ കാദൂ ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറഹു. അവർ താങ്കളെ ഫിത്നയിൽ അകപ്പെടുത്തിയില്ല എന്നിടത്തെത്തിപ്പോയി. എന്ത് വിഷയത്തിന്? അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറഹു. അങ്ങേക്ക് നാം നൽകിയ നിർദ്ദേശങ്ങൾക്ക് പകരം അങ്ങ് മറ്റു വല്ല നിർദ്ദേശങ്ങളും നമ്മുടേതാണെന്ന രൂപത്തിൽ അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ വൈദല്ലത്തഖദൂക ഖലീലാ, താങ്കളെ അവർ അവരുടെ ചങ്ങാതിയായി കൂട്ടുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ല, ആലോചിച്ചോളിട്ടോ, ഇതന്നെയല്ലേ ഇപ്പം നടക്കണത് അല്ലേ?
അല്ലെങ്കിൽ നമ്മൾ തീവ്രവാദികളാകും, വർഗീയവാദികളാകും, മതമൗലികവാദികളാകുമെന്ന് മറ്റുള്ളവർ പറയുമെന്ന് നമ്മൾ സ്വമേധയാണ്ട് പേടിക്കുകയും എന്നിട്ട് ഈ ഈനാം പേച്ചി സ്വന്തം മാളത്തിലേക്ക് തലവലിക്കുന്നത് പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രൂപത്തിൽ എല്ലാത്തിനും വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വഇൻ കാദൂ ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരിയ അലൈനാ ഗൈറഹു. നമ്മുടെ മതവിശ്വാസത്തിൽ കൂട്ടിക്കലർത്തലുകൾ നടത്തിയിട്ട് നാം നൽകിയ വഴിയിലെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് വല്ലതും താങ്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഖലീല, താങ്കളെ ചങ്ങാതിയായി കൂട്ടാമായിരുന്നു എന്ന് അവർക്കിടയിൽ ആലോചനയുണ്ട്. വലൗല അൻ സബ്ബത്നാക, അത് അംഗീകരിക്കാതെ താങ്കളുടെ മനസ്സിനെയും വിശ്വാസത്തെയും കാൽപാദങ്ങളെയും തലച്ചോറിനെയും നാം ദൃഢീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ താങ്കൾ ചിലപ്പോൾ ചാഞ്ഞുപോയേനെ. എന്തേ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരം വിട്ടുവീഴ്ചകൾ കാണിച്ചാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും മക്കയിൽ സുരക്ഷിതമായി ജീവിക്കാമായിരുന്നു എന്ന ഒരു സാഹചര്യമുണ്ടായിട്ടും ഒരു വിട്ടുവീഴ്ചക്ക് മതവിഷയങ്ങളിൽ, വിശ്വാസ വിഷയങ്ങളിൽ, ആദർശ വിഷയങ്ങളിൽ, ആരാധനാ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചക്കും അവിടുന്ന് തയ്യാറായിരുന്നില്ല. എന്നിട്ട് മുഅ്മിനീങ്ങളോടല്ല പറയുക, ഇതൻ അങ്ങനെ വല്ല വിട്ടുവീഴ്ചക്കും മതമേഖലയിൽ നിങ്ങൾ തയ്യാറായാൽ ജീവിതത്തിൽ ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ ജീവിതത്തിലും മരണത്തിലും താങ്കൾ അനുഭവിക്കേണ്ടി വരും. നാം അത് താങ്കളെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. ഈ വാദിച്ചവരും ന്യായീകരിച്ചവരും അതിന് പിന്തുണ പ്രഖ്യാപിച്ചവരും ഒന്നും അപ്പോൾ താങ്കൾക്ക് സഹായികളായിട്ടുണ്ടാവുകയില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്ന രൂപത്തിൽ റഹ്മാനായ റബ്ബ് അത് പഠിപ്പിക്കുന്നത് ആരെയാണ് എന്നത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആഘോഷങ്ങളാവാം, ആഘോഷങ്ങളിൽ പങ്കെടുക്കാം, ആരാധനകളിൽ പങ്കുചേർന്നുകൊണ്ടുള്ള മതവിശ്വാസങ്ങളെ പരസ്പരം ഇടകലർത്തിക്കൊണ്ടുള്ള ഒരു നയനിലപാട് ഇസ്ലാമിൻ്റേതല്ല. മതവിശ്വാസികളെ പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് മതവിശ്വാസികളിലെ മനുഷ്യത്വത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരസ്പര സഹായത്തിലും സൗഹൃദത്തിലും ഊന്നി ഒരു ജീവിതം നയിക്കലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലും കാണിച്ചു തന്ന മാർഗം. അതുതന്നെയാണ് ഖുലഫാഉർ റാഷിദുകളുടെ മാർഗം, അതുതന്നെയാണ് അഇമ്മത്തുൽ അർബഅയുടെ മാർഗം. ആ മാർഗത്തിനപ്പുറത്തേക്ക് പോയാൽ മുഅ്മിനീങ്ങൾ നോക്കിക്കോളൂ. ഒരു ഹദീസ് നമുക്ക് വായിക്കാം. കുന്നാ നൽഅബു ഫീഹിമാ ബിൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്തിൽ മദീനയിലുണ്ടായിരുന്ന രണ്ട് ആഘോഷ ദിവസങ്ങളിൽ അവിടെ നടക്കുന്ന കളിതമാശകളിലും വിനോദങ്ങളിലുമൊക്കെ സ്വഹാബികൾ മദീന നിവാസികളായ സ്വഹാബികൾ പങ്കെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് എന്താ പരിപാടി, ഇതെന്താ സംഗതി? അപ്പോൾ അവർ പറയാ, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ ഐ ഖബ്ല ദുഖൂലിൽ ഇസ്ലാം ഇലൽ മദീന. മദീനയിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഇത് കൊല്ലം തോറും ഞങ്ങൾ നടത്തി വന്നിരുന്ന ഒരു പരിപാടിയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഖദ് അബ്ദലക്കും ബിഹിമാ ഖൈറൻ മിൻഹുമാ. ഇത്തരം ആഘോഷങ്ങൾക്ക് പകരമായി ബദലായി റബ്ബ് നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ട്, ഈദുൽ ഫിത്ർ വ ഈദുൽ അദ്ഹ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഐ ഇന്ന ഇഹ്തിഫാലക്കും മിനൽ ഫിത്രി വൽ അദ്ഹ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുമാണ് ആഘോഷിക്കാൻ മുസ്ലിമീങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. വതുറുക്കൂ മാ ദൂന ദാലിക്, അതല്ലാത്ത മറ്റു മതവിശ്വാസങ്ങളായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഘോഷങ്ങൾ വരെ നിങ്ങൾ ഒഴിവാക്കണം. ഫഹുമാ ഖൈറുൽ ലക്കും മിൻ ശആഇരിൽ ജാഹിലിയ്യ, അവയൊക്കെയും ജാഹിലിയത്തിൻ്റെ സിംബലുകളാണ്, പ്രതീകങ്ങളാണ്. അവയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. എന്നിട്ട് മുഫസ്സിർ മുഹദ്ദിസ് പറയാ, വഹാദാ കഅന്നഹു നഹിയുൻ അനിൽ ഇഹ്തിഫാലി ബിൽ അഅയാദിൽ ജാഹിലിയ്യ. ജാഹിലിയ സമ്പ്രദായങ്ങളിൽ ഉണ്ടായിരുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് നിരോധിച്ചു കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണിത്. വതൗജീഹുൻ ലിൽ മുസ്ലിമീന ഇലാ ശആഇരിൽ ഇസ്ലാം, മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സിംബലുകൾ എങ്ങനെ ജീവിതത്തിൽ, പ്രതീകങ്ങൾ എങ്ങനെ ജീവിതത്തിൽ നിലനിർത്തണം എന്നതിലേക്കുള്ള നിർദ്ദേശവും
ഗൈഡ് ലൈൻസും വഴി കാണിക്കലുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. അപ്പോൾ മുഅ്മിനീങ്ങളെ, ആദ്യം വേണ്ടത് ഇസ്ലാം എന്നാൽ അത് റബ്ബിൻ്റെ മതമാണ് എന്ന അഭിമാനബോധമുണ്ടാവണം. തൗഹീദ് നഷ്ടപ്പെട്ടാൽ പിന്നീട് യാതൊന്നുകൊണ്ട് നമുക്ക് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല പരലോകത്ത് എന്ന തിരിച്ചറിവ് വേണം. ഞാൻ തൗഹീദിന് വിരുദ്ധമായ യാതൊന്നിലും പങ്കാളികളാവുകയില്ല എന്ന ഉറച്ച തീരുമാനമുണ്ടാവണം. എന്നോളം വലിയൊരു മനുഷ്യസ്നേഹി എൻ്റെ നാട്ടിൽ വേറെ ഉണ്ടാവാതെ അത്രയും ഞാൻ പൊതുജനങ്ങളുമായി സഹകരിച്ച് മതവിശ്വാസം നോക്കാതെ തന്നെ അവരിലെ മനുഷ്യത്വത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി നാടിൻ്റെ നന്മക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നതും നമ്മുടെ ചിന്തയിലുണ്ടാവണം. അതല്ലാത്ത മറ്റൊരു വിട്ടുവീഴ്ച നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും. എന്തെല്ലാം ന്യായീകരണങ്ങൾ ആർക്കൊക്കെയുണ്ടെങ്കിലും ശരി, അള്ളാഹു നമ്മളെ അത്തരം ഒരു വഴികേടിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ العزيز الغفار المتكبر الجبار له الكتاب وإليه الإياب وعليه الحساب اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, തൗഹീദ്, കലിമത്ത് തൗഹീദ്, സുന്നത്ത് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം മുറുകെ പിടിച്ചുകൊണ്ട് മുത്തക്കികളായി ജീവിച്ച് മരിക്കുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നിരന്തരം ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ജാഗ്രതയോടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ജീവിക്കാനും മരിക്കാനും നമ്മൾ പരമാവധി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ച ഒരു പ്രത്യേക മേഖലയിലേക്ക് കിടക്കുകയാണ്. ആർക്കൊക്കെയാണ് അനന്തരാവകാശമുള്ളത്, ആരൊക്കെയാണ് അനന്തരാവകാശികൾ, എത്രയൊക്കെയാണ് അവർക്ക് ലഭിക്കേണ്ടുന്ന വിഹിതം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സാധാരണയായി നമ്മളെല്ലാവരും പലപ്പോഴായി നേരിടേണ്ടി വരുന്നൊരു ചോദ്യം, നമുക്ക് നമ്മളെ സംബന്ധിച്ച് തന്നെ ഒരു തിട്ടമില്ലാത്ത, കൃത്യമായൊരു ഉത്തരമില്ലാത്ത ഒരു മേഖല ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇന്ന് പോലും ആ ചോദ്യം ഞാൻ നേരിട്ടിട്ടുണ്ട്. അതായത്, ഒരു ഉമ്മ മരിക്കുന്നു, ഭർത്താവ് ആദ്യമേ മരണപ്പെട്ടു പോയി, ഉമ്മക്കൊരു മോളും ഒരു മോനും മാത്രമാണുള്ളത്. ഉമ്മ മരിക്കുന്നതിൻ്റെ 4 മാസം മുമ്പേ ഈ മോൻ മരണപ്പെട്ടിട്ടുണ്ട്. മോന് 3 മക്കളുണ്ട്, ഒറ്റ മോള് മാത്രമേ ഉള്ളൂ ഉമ്മാക്കിപ്പോൾ. ഉമ്മയുടെ സ്വത്ത് എങ്ങനെ വീതം വെക്കണം എന്നാണ്. ഇത് സാധാരണയായി വരുന്നൊരു ചോദ്യമാണ്. വാപ്പ ഇരിക്കെ മകൻ മരിച്ചാൽ മകൻ്റെ മക്കൾക്ക് സ്വത്തില്ല, അനന്തരാവകാശമില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയും എന്നിട്ട് നമ്മളത് പ്രചരിപ്പിക്കുകയും അത് മറ്റുള്ളവർ നമ്മെ അപമാനിക്കാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട്. സത്യത്തിൽ എന്താണ് ഈ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്നത് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് ചർച്ച വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അനന്തരാവകാശം എന്നത് മുതലുടമസ്ഥൻ മരിച്ചു പോകുമ്പോൾ അയാളുടെ നേർക്കുള്ള അവകാശികൾ ആയ ഉമ്മ, ബാപ്പ, ഭർത്താവ്, ഭാര്യ, മക്കൾ എന്നിവരാണ് അനന്തര അവകാശികൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വാപ്പയിരിക്കെ വല്യപ്പ അനന്തരാവകാശിയല്ല, മക്കളിരിക്കെ പേരമക്കളും അനന്തരാവകാശികളല്ല എന്നർത്ഥം. ഉമ്മയിരിക്കെ വല്യമ്മ അനന്തരാവകാശിയല്ല എന്നാണതിൻ്റെ അർത്ഥം. നേർക്ക് നേരെയുള്ള മരിച്ചയാളുടെ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന ഈ മാതാപിതാക്കൾ, ഇണ, മക്കൾ, ഈ 3 വിഭാഗമാണ് അനന്തരാവകാശികൾ. അവരെയാണ് അഹ്ലുൽ ഫുറൂദ് അല്ലെങ്കിൽ അഹ്ലുൽ ഫറായിദ് എന്ന് പറയുക. ഇതിനിടയിൽ ഈ വാപ്പയിരിക്കെ മക്കളിൽ ഒരാൾ മരണപ്പെട്ടു പോയത് പേരക്കുട്ടികളുടെ കുറ്റാവുന്നത് എങ്ങനെയാണ് എന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിൽ 2 വചനങ്ങൾ കാണാം. ഒന്ന് സൂറത്ത് അൽ-ബഖറയുടെ 180-ാമത്തെ വചനം, മറ്റൊന്ന് സൂറത്ത് നിസാഇൻ്റെ 9-ാമത്തെ വചനവും. സൂറത്ത് അൽ-ബഖറയുടെ 180-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും,
കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദക്കുമുൽ മൗതു ഇൻ തറക ഖൈറൻ അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖറബീന ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ നിങ്ങൾക്ക് നന്മ, ഖൈർ, അതുകൊണ്ട് സമ്പത്ത് എന്നാണ് ഉദ്ദേശമെന്ന് മുഫസ്സിറുകൾ ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും മരണപ്പെടുമ്പോൾ കുത്തിബ അലൈക്കും അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇൻ തറക ഖൈറൻ, നിങ്ങളിവിടെ നന്മ, സമ്പത്ത് ഉപേക്ഷിച്ച് പോകുന്നവരാണെങ്കിൽ എന്താണ് നിർബന്ധമാക്കിയത്? അൽ വസിയ്യ, വസിയ്യത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആർക്കൊക്കെ ചെയ്യണം? ലിൽ വാലിദൈനി വൽ അഖറബീന ബിൽ മഅറൂഫ്, മാതാപിതാക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കും വേണ്ടി നിങ്ങൾ വസിയ്യത്ത് ചെയ്യണം. എന്ത് വസിയ്യത്ത് ചെയ്യണം? ബിൽ മഅറൂഫ്, മാന്യമായത് വസിയ്യത്ത് ചെയ്യണം. അതെന്താണ് അങ്ങനെ വസിയ്യത്ത് ചെയ്യൽ? ആദ്യം പറഞ്ഞത് നിയമമാണ്, നിർബന്ധമാണ് എന്നാണ്. ഇനി അല്ലാഹു പറയുന്നത് ഹഖ്ഖൻ, ഹഖ്ഖൻ അലൽ മുത്തഖീൻ, അത് തഖ്വയുള്ളവരുടെ മേൽ ഹക്കായ ബാധ്യതയാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ മാതാപിതാക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കും വസിയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. സൂറത്ത് നിസായിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ടുന്ന അനന്തരാവകാശ വിഹിതം പറഞ്ഞു. അനന്തരാവകാശത്തിൽ മാതാപിതാക്കളുടെ വിഹിതം പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും അനന്തരാവകാശം ലഭിക്കേണ്ടവർക്കെല്ലാം ഇത്ര കൊടുക്കണം എന്ന് വീതം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല ലാ വസിയ്യത ലിവാരിസ്, അനന്തരാവകാശമായി കിട്ടുന്ന, മുതൽ കിട്ടുന്ന ഒരാൾക്കും വേണ്ടിയും വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. അപ്പം 180 അൽബക്കറയുടെ 180 ആയത്തിലെ വസിയ്യത്തിൽ നിന്ന് മാതാപിതാക്കൾ ഒഴിവായിപ്പോയി. ഇനി അതിൽ അഖറബുകളുണ്ട്, അടുത്ത കുടുംബങ്ങൾ. ഈ അടുത്ത കുടുംബങ്ങൾ ആരാണ് എന്ന് സൂറത്ത് ആല ഇമ്രാൻ്റെ 9 ആയത്ത് നമ്മളോട് പറയും. അതെന്താണ് സംഗതി? വൽ യഖ്സല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുരിയതൻ ലിആഫൻ, ഒരാൾ മരണപ്പെടുമ്പോൾ അയാളുടെ ശേഷക്കാരിൽ ദുരിയത്തിൽ, പേരമക്കളിൽ, അതിൻ്റെ അർത്ഥം മക്കളിൽ, പേരമക്കളിൽ ദുർബലരായ, നിസ്സഹായരായ, ദരിദ്രരായ, കഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഖാഫു അലൈഹിം, മരിക്കുന്നവർ ഭയപ്പെടട്ടെ, മരിച്ചു പോകുന്നവർ ഭയപ്പെടട്ടെ. അയാളുടെ അനന്തരാവകാശം വീതം വെക്കുന്നവർ ഈ മക്കളെക്കുറിച്ച് ഭയപ്പെടട്ടെ. ഫല്യതഖുല്ലാഹ, അവരുടെ അടുത്ത കുടുംബങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന വിഷയത്തിൽ അവർ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യട്ടെ. വൽയഖൂലു ഖൗലൻ സദീദാ, എന്നിട്ട് അവർക്ക് സത്യസന്ധമായ, അവർക്കുള്ള വിഹിതം അവർക്ക് നൽകുവാൻ വേണ്ടിയുള്ള വാക്കുകൾ അവർ ഉരുവിടുകയും ചെയ്യട്ടെ. കാന ലാ യരിസു മഅൽ വാലിദൈനി ഗൈരിഹിമാ ഇല്ലാ വസിയ്യത്തുൽ അഖറബീൻ എന്നാണ് ഇമാം ഇബ്നു ജരീർ ത്വബരി ഈ ആയത്തിൻ്റെ വിശദീകരണം കൊടുത്ത്. അഖറബുകൾക്ക്, അടുത്ത കുടുംബങ്ങൾക്ക് വസിയ്യത്തല്ലാതെ അനന്തരാവകാശമില്ല. വ അൻസലല്ലാഹു ആയത്തൽ മീറാത്തി ഫസബത്ത മീറാത്തൽ വാലിദൈൻ, അള്ളാഹു അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ അവതരിപ്പിച്ചു. അപ്പോൾ മാതാപിതാക്കൾക്കുള്ള നിശ്ചിതമായ വിഹിതവും പ്രഖ്യാപിച്ചു. പിന്നെയോ വ അഖറ വസിയ്യത്തുൽ അഖറബീന ഫി സുലുസി മാലിൽ മയ്യിത്ത്, മരണപ്പെടുന്നവരുടെ സ്വത്തിൻ്റെ 1/3 വരെ ഈ അനാഥകൾക്ക്, മിസ്കീനുകൾക്ക് എന്ന് തന്നെ മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യണമെന്ന നിബന്ധന നിയമമായി തന്നെ അഖറ അല്ലാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്തു എന്ന്. ഈ 2 ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് മഹാനായ സ്വഹാബി വര്യൻ തർജുമാനുൽ ഖുർആൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറയുന്ന അഖറബ് എന്നതിൽ ഉൾപ്പെടുക, ആ അഖറബ് കൊണ്ട് ഉദ്ദേശിച്ചത് സ്വത്തുടമ ജീവിച്ചിരിക്കെ മരിച്ച മകൻ്റെ മക്കളാണ് എന്ന്. നിങ്ങൾ മനസ്സിലാക്കിക്കൂടെ? സ്വത്തുടമ ജീവിച്ചിരിക്കെ, വാപ്പ ജീവിച്ചിരിക്കെ മരിച്ച മകൻ്റെ മക്കളാണ് ഈ അഖറബ് കൊണ്ട് ഉദ്ദേശം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് കേരളത്തിൽ എഴുതപ്പെട്ട മർഹൂം KP മുഹമ്മദ് മൗലവിയുടെ ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ എന്ന ഇത് ഗ്രന്ഥത്തിലും അമാനി മൗലവിയുടെ പരിഭാഷയിൽ ഉൾപ്പെടെയുള്ളവയിലും ഒക്കെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കൂടിനുള്ളിലാണ്. ആ തോട് പൊളിച്ച് നമ്മൾ പുറത്തു വരികയില്ല. കാരണം നമ്മളാണ് ഇവിടെ ഫത്വ അവതരിപ്പിക്കുന്നത്, നമ്മൾ അപമാനിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടുകളെയാണ് എന്നും നമ്മൾ തട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പാവം മക്കളുടെ മുതലാണ് എന്നതും നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വസിയത്തുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ചർച്ച ഇനി നമുക്കിടയിൽ ഉണ്ടായിക്കൂടാ. വാപ്പയിരിക്കെ മകൻ മരിച്ചാൽ പേരക്കുട്ടിക്ക് സ്വത്തിൽ അവകാശമുണ്ടോ? ഇല്ല.
പിന്നെന്താണുള്ളത്? ആ കുട്ടികൾക്ക് വേണ്ടി വസിയത്ത് ചെയ്തൽ നിർബന്ധമാണ്. വസിയത്ത് ചെയ്താൽ എന്താണ് മെച്ചം എന്ന് ചോദിച്ചാൽ, ഒരാളുടെ സ്വത്തിൻ്റെ 1/3 വരെ അയാൾക്ക് വസിയത്ത് ചെയ്യാം. ഒരു ഉദാഹരണത്തിന്, ഒരാൾക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്, ഒരു 5-6 മക്കളുമുണ്ട്. അതിൽ ഒരു മോൻ മരിച്ചുപോയി, അയാളുടെ 2 പേരക്കുട്ടികൾ ബാക്കിയിരിക്കുന്നുണ്ട്. ഇയാൾക്ക് ഇയാളുടെ സ്വത്തിൻ്റെ 33 സെൻറ്റ് സ്ഥലം വരെ ഈ ഒരു 2 പേരക്കുട്ടികളുടെ പേരിൽ എഴുതി വെക്കാം. ബാക്കിയുള്ള 66 സെൻറ്റ് കൊണ്ട് അയാളുടെ ബാക്കിയുള്ള മക്കൾ എല്ലാവരും കൂടെ വീതം വെച്ച് കൊടുക്കണം. അപ്പോൾ എന്താ കിട്ടുക? ഈ പേരക്കുട്ടികൾക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയാണ് റഹ്മാനായ റബ്ബിൻ്റെ കിതാബിലുള്ളത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിയിലുള്ളത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫത്വയിലുള്ളത്, നമ്മൾ എഴുതപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെയും ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊക്കെയും ഉള്ളത് ഇങ്ങനെയാണ്. അവർക്ക് കൂടുതൽ കൊടുക്കാനുള്ള സാഹചര്യമാണ്, ലഭിക്കാനുള്ള സാഹചര്യമാണ് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് സ്വത്തിന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നല്ല പറയേണ്ടത്, അവകാശികളെക്കാൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇസ്ലാം. ദീനുൽ ഫിത്ര, ദീനു ത്വബിയ, ദീനുള്ള, ദീനുൻ സമാവിയ, ദീനുൻ മുനസ്സൽ മിനല്ലാഹി സുബ്ഹാന എന്നൊക്കെ പറയാം. പ്രകൃതി മതമാണ്, ലോകത്തിൻ്റെ മതമാണ്, ആകാശീയ മതമാണ്, അള്ളാഹു അവതരിപ്പിച്ച മതമാണ്. അതിൽ പ്രകൃതി വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ യാതൊരു കാഴ്ചപ്പാടും ഉണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കിയെടുത്ത് വീഴ്ചകളുണ്ടാവുക എന്നതല്ലാതെ എന്നത് മുഅ്മിനീങ്ങൾ ഉൾക്കൊള്ളണം. സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ സാഹചര്യങ്ങളുണ്ടായാൽ നടപ്പിൽ വരുത്തുവാനുള്ള തൻ്റെ ഇടം കാണിക്കാൻ, ഈമാൻ കാണിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ശുദ്ധ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ, തൗഹീദിന് വിരുദ്ധമായ യാതൊന്നും അത് എത്ര നിസ്സാരമായതാണെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള സൂക്ഷ്മത ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതൊരു വിഷയത്തിലാണെങ്കിലും, വിശിഷ്യ നമ്മുടെ ആരാധനാ വിഷയങ്ങളിൽ, ആദർശ വിഷയങ്ങളിൽ, വിശ്വാസ വിഷയങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾക്ക് റഹ്മാനായ റബ്ബെ മാപ്പ് നൽകണമേ നാഥാ. അറിവില്ലായ്മയാൽ വന്നുപോയ അത്തരം വീഴ്ചകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും, അത്തരം വീഴ്ചകളുടെ കെടുതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താനും, അത്തരം വീഴ്ചകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ആരോഗ്യവും ആയുസ്സും ഞങ്ങൾക്ക്, സന്മനസ്സും ഞങ്ങൾക്ക് നൽകാനും റഹ്മാനായ റബ്ബെ നീ കൃപ കാണിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും ശിഫയാക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വേദനിക്കുന്ന, നിലവിളിക്കുന്ന പാവപ്പെട്ടവരുടെ നിലവിളിക്ക് മറുപടി കാണിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ദീനുൽ ഇസ്ലാമിന് അതിൻ്റെ എതിരാളികൾക്ക് മേൽ വിജയം നൽകണമേ റഹ്മാനെ. ആക്രമിക്കപ്പെടുന്ന പാവപ്പെട്ടവർക്ക് സഹായം നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ സുബ്ഹാനെ. നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും ഇഷ്ടദാസന്മാരായി മരണപ്പെടാനും നിൻ്റെ ഇഷ്ടക്കാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അത്യുന്നതങ്ങളിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുമുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദിനാ വഅഖ്നിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅ الدين يا رب العالمين. اللهم قاتل كفرة اليهود أعداءك وأعداء دينك يا رب العالمين. اللهم اغزمهم وزلزلهم ومزقهم كل ممزق يا عزيز يا جبار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا يا غافر المذنبين. وصلى الله وسلم على محمد.